ഹായ് ഓൾ. ഹലോ മക്കളെ. ഹായ്. കണ്ണ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. സെൻസ് ഓർഗൻസ് വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, കണ്ണില്ലാതാകുമ്പോഴേ കണ്ണിന്റെ വില അറിയുള്ളൂ അല്ലെ. ഞാൻ പറയുന്ന കാര്യം നമ്മുടെ ലോകത്തെ കാഴ്ചയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു ലോകത്തെ മനസ്സിലാക്കാൻ ഉറപ്പായിട്ട് എന്ത് വേണം? ഐസൈറ്റ് വേണം അല്ലെ. സോ നമ്മുടെ ഏറ്റവും വിശേഷമായിട്ടുള്ള സെൻസ് ഓർഗൻ അത് തന്നെയാണ്, അത് കണ്ണ് തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യം തന്നെ. ഈ കാര്യം ബയോളജി ആണെങ്കിൽ പോലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും റിഫ്രാക്ഷൻ കേസുകളും ഫിസിക്സിലാണ് പഠിക്കുന്നത്. അതെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു കണ്ണിന്റെ സ്ട്രക്ചർ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോ. നമുക്ക് പഠിക്കാനുള്ള ഹ്യൂമൻ ഐ ആണെങ്കിൽ പോലും തൽക്കാലം ഹ്യൂമൻ ഐ കിട്ടിയിട്ടില്ല. ഒരു പോത്തിന്റെ കണ്ണ്, ഒരു ബഫലോ ഐ വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമ്മൾ ആ കണ്ണിന്റെ പുറത്ത് കാണുന്ന ഭാഗം, ഇത്ര ഭാഗം മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നത് അല്ലെ. പ്ലെയിൻ ആയിട്ട് തോന്നും, പക്ഷെ ആക്ച്വലി കണ്ണിന്റെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ഭാഗമാണ്. അതിൽ ഏറ്റവും പുറത്ത് കാണുന്ന ഈ വെള്ള ഭാഗം അത് നമ്മുടെ ബയോളജിക്കാരെ പ്രിയപ്പെട്ട ഭാഗമാണ് അല്ലെ. യെസ്, അതിന്റെ പേര് സ്ക്ലീറ എന്നാണ്. നമ്മൾ ഫിസിക്സിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗം അത് ഈ കാണുന്ന ഭാഗമാണ്. ഈ കാണുന്ന ട്രാൻസ്പെറന്റ് മെംബ്രെയിൻ. ഈ മെംബ്രെയിന്റെ പേര് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. That transparent membrane is called cornea. അല്ലേ? കോർണിയയുടെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് എൻട്രി ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിന്റെ പേരാണ് പ്യൂപ്പിൾ. പക്ഷേ ഈ പോത്ത് എന്താ പറയാ, അതെ, മരിച്ചിട്ട് കുറച്ച് അധികം സമയം പ്യൂപ്പിൾ ഡൈലേറ്റഡ് ആണ്. ഓപ്പണിംഗ് കാണുന്നില്ല. ലൈറ്റ് എൻട്രി ചെയ്യുന്ന ആ ഓപ്പണിംഗിന്റെ പേരാണ് പ്യൂപ്പിൾ. ഇതാണ് അവിടുത്തെ പ്യൂപ്പിൾ. യെസ്, ഇത് ഐബോളിന്റെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെർവ് നമുക്ക് കാണാൻ കഴിയും. ഈ നെർവിന്റെ പേര് ഒപ്റ്റിക് നെർവ് എന്നാണ് അല്ലെ. യെസ്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് വിഷ്വൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് ആ സിഗ്നൽസ് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നെർവാണ് ഇത് അല്ലെ. സോ ദിസ് ഈസ് ഒപ്റ്റിക് നെർവ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പുറത്ത് കാണാനുള്ളത്. സ്ക്ലീറ ഉണ്ട്, ദെൻ ഈ ഭാഗത്തിന്റെ പേര് കോർണിയാണ്, പുറകിൽ ഒപ്റ്റിക് നെർവ് ഉണ്ട്, നമ്മുടെ ഐബോൾ സ്ഫെറിക്കൽ ഷേപ്പ്. നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ യെസ് അല്ലെ. സോ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം സാർ? ഇങ്ങനെ കട്ട് ചെയ്യണോ, ഇങ്ങനെ കട്ട് ചെയ്യണോ? ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലെ. കട്ട് ചെയ്യാണേ. യെസ്, ദാ സ്ക്ലീറ കട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബയോളജിക്കാർക്കൊക്കെയാണ് 2-3 മെമ്പറിനെ കുറിച്ച് പറയാനുള്ളത് അല്ലേ. കൊറോയിഡ് ലെയർ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, സോ ഏറ്റവും പുറകുന്ന ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് വന്നു അല്ലേ. നമുക്കറിയാം ആ വലിയ ചേമ്പർ, യെസ്, അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ്. യെസ്, വിട്രിയസ് ഹ്യൂമർ. അതാ വിട്രിയസ് ഹ്യൂമർ ആണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. വിട്രിയസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ എന്താണ് സർ? വിട്രിയസ് ഹ്യൂമർ കണ്ണിന് സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞു. കണ്ണിന്റെ ഒരു ആകൃതി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് വിട്രിയസ് ഹ്യൂമർ ആണ്. അപ്പൊ അതാണ് നമ്മുടെ വിട്രിയസ് ഹ്യൂമർ ആണ് ആക്ച്വലി പുറത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത ചേമ്പറിന്റെ പേര് നമ്മുടെ സ്വന്തം വിട്രിയസ് ചേമ്പർ. അതാണ് നമ്മൾ അതിന്റെ വിട്രിയസ് ഹ്യൂമർ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ പറഞ്ഞ ജെല്ലി ലൈക്ക് ട്രാൻസ്പെറന്റ് ഫ്ലൂയിഡ് വിട്രിയസ് ഹ്യൂമർ. അത് ട്രാൻസ്പെറന്റ് ആവണം, കാരണം നമ്മുടെ ലൈറ്റ് റേ ഫിസിക്സിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ റിഫ്രാക്ട് ചെയ്ത് റെറ്റിനയിൽ വന്ന് പതിക്കണം. ആ റെറ്റിനയിലേക്ക് വരണമെങ്കിൽ ഈ ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കാര്യം. അങ്ങനത്തെ മെംബ്രെയിൻ ആണ്, ലൈറ്റ് അടിപൊളിയായിട്ട് കടന്നു പോകുന്ന ഒരു ഭാഗമാണ്. ഞാൻ അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ അത്ര കണ്ട് ഡിസൈൻ ചെയ്ത് ഓരോ ജീവിയിലും തീർച്ചയായിട്ടും മാജിക്കൽ തന്നെയാണ്. യെസ്, ഇതാ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഐ ഓപ്പൺ ആയി. ഈ കാണുന്ന വലിയ ചേമ്പർ നമുക്കറിയാം, ഇതാണ് നമ്മുടെ സ്വന്തം വിട്രിയസ് ചേമ്പർ. ഈ അവസാന ഭാഗത്ത് കാണുന്ന ഈ ഒരു ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ള ഈ ഭാഗമാണ് റെറ്റിന എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തത് ഒരു ആനിമലിന്റെ ഐ ആണ്, അതുകൊണ്ട് സ്പെഷ്യൽ ഭാഗം കാണുന്നുണ്ട്. നമ്മൾ ലൈറ്റ് ടപ്പീറ്റ് എന്ന് പറഞ്ഞ ഒരു കളേർഡ് പാർട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇത് ആക്ച്വലി ഹ്യൂമൻ ഐയിൽ ഇല്ല. ഇതാണ് കളേർഡ് പാർട്ട്. ആൻഡ് അത് ലാസ്റ്റ് മെംബ്രെയിൻ ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് വരുന്നത് റെറ്റിന അല്ലെ. റെറ്റിനയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇൻവെർട്ടർ ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുന്ന റെറ്റിനയിലാണ് അല്ലെ. സർ ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. കൈ മുറിക്കരുതേ. ഒന്നും കാണാനല്ല, സാറ് മുറിക്കുന്നതാണ് എന്റെ ശരി. യെസ്, ലെൻസ് നമുക്ക് പുറത്തെടുത്ത് കാണിക്കാം. സോ ഇതാണ് നമ്മൾ പറഞ്ഞ അവസാനത്തെ ഭാഗം. ഇവിടെ നമ്മുടെ സ്വന്തം ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഒക്കെ നമുക്ക് ഈ പോയിന്റ് നിന്നാണ് ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. സോ ഇതാണ് നമ്മുടെ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ക്രീൻ ആയിട്ടുള്ള റെറ്റിന വരും. നമ്മൾ പ്രധാനപ്പെട്ട യെല്ലോ സ്പോട്ട്. യെസ്, യെല്ലോ സ്പോട്ട് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട്. ഫോട്ടോ റിസപ്റ്റേഴ്സ് ഫിസിക്സിൽ നമുക്ക് ഫോട്ടോ റിസപ്റ്റേഴ്സ് അങ്ങനെ ഇല്ലെങ്കിലും സെൽസിന്റെ പേര് മാത്രമേ നമ്മൾ പറയുന്നത്. കോൺ സെൽസ്. യെസ്, സെല്ലുകളുടെ പേരൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഭാഗമാണ് യെല്ലോ സ്പോട്ട്. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ആ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് റെറ്റിനയിൽ ഒരു ഫോട്ടോ റിസപ്റ്റർ സെല്ലും ഇല്ല എന്നുള്ളതാണ് ഏരിയ ഓഫ് നോ വിഷൻ. യെസ്, അതാണ് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് വരുന്നത്.
എക്സാക്ട് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ ഏകദേശം ഇവിടെ വരുന്നത് ഓപ്റ്റിക് നെർവ് തുറന്ന് ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ബ്ലൈൻഡ് സ്പോട്ട് വരിക. യെല്ലോ സ്പോട്ട് എവിടെയാണുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കുറച്ച് മുകളിലായിട്ട് സെൽസ് കൂടുതൽ കാണുന്നത്. സോ ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ കണ്ണിന്റെ അകത്തെ ലെൻസ്, ക്രിസ്റ്റലൈൻ ലെൻസ് അല്ലെ. ഇതിന്റെ ഷേപ്പ് നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ പഠിച്ചതാണ് കോൺവെക്സ് ഷേപ്പ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ ലെൻസ് ആണ്. ഈ ലെൻസ് ഈ പോത്ത് നല്ല ആരോഗ്യമുള്ള പോത്തായിരുന്നു. ഇതിന് കാറ്ററാക്ട് ഒന്നും വന്നിട്ടില്ല അല്ലെ. കാറ്ററാക്ട് വന്നു കഴിഞ്ഞാൽ ഈ ലെൻസിന്റെ ട്രാൻസ്പെറൻസിയാണ് നഷ്ടപ്പെട്ടത്. സോ ഇത് നല്ല അടിപൊളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നല്ലൊരു ലെൻസ് ഒക്കെയാണ്. അപ്പൊ ആ കാര്യം കണ്ടു. നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഈ കിടക്കുന്ന കാര്യമാണ് വളരെ വളരെ തിക്കായിട്ടുള്ള ഒരു ജെല്ലാണ് അല്ലേ ഇത്, വിട്രിയസ് ചേമ്പർ. ഇനി ഇവിടെ ഒരു ചേമ്പർ ഉണ്ട്. ആ ചേമ്പർ നമ്മളുടെ എക്സ്പെർട്ടീസും കൊണ്ട് അത് കട്ടായി പോയിട്ടുണ്ട്. എങ്കിൽ പോലും കുറച്ച് മുന്നിൽ നമുക്ക്, അതായത് കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിൽ നമുക്ക് ഒരു ചേമ്പർ ഉണ്ട് അല്ലെ. ചേമ്പർ ഉണ്ട്. ചേമ്പർ എന്ന് പറയുന്നത് അക്വസ് ചേമ്പർ ആണ്. അവിടെ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടറി ഫ്ലൂയിഡ് ആണ്. അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമർ എന്നാണ് അതിന്റെ പേര് അല്ലെ. ഫംഗ്ഷൻ ആക്ച്വലി ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടും. കോർണിയയ്ക്ക് വേണ്ട നറിഷ്മെന്റ്, കാരണം കോർണിയയിൽ എന്തില്ല, ബ്ലഡ് വെസൽസ് ഇല്ല. സോ നറിഷ്മെന്റ് കൊടുക്കാനുള്ളതാണ്. ആ കാര്യം നമ്മുടെ നിർഭാഗ്യവശാൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് പോയിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. യെസ്, അവിടെ ഓപ്പണിംഗ് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. പ്യൂപ്പിൾ കാണാൻ കഴിയുന്നുണ്ട്. ലൈറ്റ് അറിയാലോ, പീപ്പിൾ ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, കൺട്രാക്ട് ചെയ്യാനും പറ്റും. അതിന് സഹായിക്കുന്ന ഐറിസിലെ മസിൽസ് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ശ്രദ്ധ, ഐറിസിലെ മസിൽസ് അവിടെ ഉണ്ട്. ഐറിസിലെ മസിൽസ് എല്ലാം വ്യക്തമായിട്ട് സർക്കുലർ മസിൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ്. ആ കാര്യങ്ങളൊക്കെ ബയോളജിയിലാണ് പറയുന്നത്. നമുക്ക് ഐറിസ് മാത്രമേ ഉള്ളൂ. യെസ്, ഇതാണ് കാണുന്ന ഐറിസ്. ആ പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ കാണുന്ന ആ കറുപ്പ് കാണുന്ന, ഇങ്ങനെ കാണുന്ന ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ് കാണുന്നുണ്ട്. പ്യൂപ്പിളിന്റെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്ന വൃത്താകൃതിയിൽ കാണപ്പെടുന്ന ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ വ്യക്തമായിട്ടുണ്ട്. സോ ഇതിന്റെ മുന്നത്തെ ഒരു ചേമ്പർ നമുക്ക് നഷ്ടമായി പോയി അല്ലേ സർ. നമ്മുടെ ലെൻസിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താ, അതിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, കർവേച്ചർ ഓഫ് ലെൻസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ക്യാമറ കണ്ണുകളിൽ അവർ ഫോക്കസ് ചെയ്യേണ്ടി വരും. നമ്മുടെ കണ്ണിന്റെ ലെൻസ് ആകെ ഒരു കോൺവെക്സ് ലെൻസ് ആണ് നമുക്കുള്ളത്. അതിന്റെ ഫോക്കൽ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കർവേച്ചർ, പവർ ഓഫ് അക്കോമഡേഷൻ നമ്മുടെ കണ്ണിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ്. നിയർ ബൈ ഒബ്ജക്റ്റിനെയും ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയും വളരെ വ്യക്തമായി തന്നെ കാണാൻ വേണ്ടി പവർ ഓഫ് അക്കോമഡേഷൻ എന്നുള്ള കൺസെപ്റ്റ് വളരെ ഇമേജ് ഈസ് ഓൾവേസ് ഫ്രോം ദ റെറ്റിന. ആ ഇമേജ് റെറ്റിനയിൽ തന്നെ ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ലെൻസ്. ഈ ക്രിസ്റ്റലൈൻ ലെൻസ് ഐൽ ബോളിൽ കണക്ട് ചെയ്യുന്ന ലെൻസ് മസിൽസിന്റെ പേര് സീലിയറി മസിൽസ് ആണ്. സീലിയറി മസിൽസ് ആണ് ആക്ച്വലി ഇതിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി കൊണ്ടാണ്. സീലിയറി മസിലും ലെൻസ് കണക്ട് ചെയ്യുന്ന ലിഗമെന്റുകൾ അവിടെ നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കും. തൽക്കാലം ഞങ്ങളുടെ എക്സ്പെർട്ടീസും കൊണ്ട് അതൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. സോ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഐബോളിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആയിരുന്നു. ലെൻസിന്റെ ഷേപ്പ് കോൺവെക്സ് ആണ്. ആ ഷേപ്പ് ഒക്കെ ശരിക്കും ഇതൊക്കെ തൊട്ട് നോക്കിയാൽ ശരിക്കും അറിയാം. കോൺവെക്സ് ഷേപ്പിൽ അറിയാവുന്നതാണ് കോൺവെക്സ് ലെൻസ്. യെസ്, സോ ഇത്രയൊക്കെയാണ് നമ്മളെ കണ്ടെത്തലുകൾ അല്ലേ. ഇപ്പൊ ശരിക്കും അറിയാൻ പറ്റും. ആ ഓപ്പണിംഗ് ആയിട്ട് കാണാം. യെസ്, സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്, ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചതാണ്. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലേ. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സീ യു.